ഇവിടെ ചില ഓഫറുകളൊക്കെ കാണുമ്പോൾ ഇത് ഓഫറാണോ അതെന്റെ മനസ്സിന്റെ തോന്നലാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. 1000 പേരുടെ മിഷനും ഈ ഓഫർ തന്നെയായിരുന്നു. വേറെ ചില ഓഫറുകളൊക്കെ കാണുമ്പോൾ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നിയില്ല. സിനും കീബോർഡിനും 999. പക്ഷെ അതിന് ശരിക്കുള്ള പ്രൈസ് വരും. ബില്ലിംഗ് കൗണ്ടറിലെ തിരക്ക് കണ്ടിട്ട് മേടിക്കാതിരുന്ന കേട്ടോ. ബില്ലിംഗ് കൗണ്ടറിൽ വെച്ചിട്ട് അവർ പറയുവാണേ ഇത് വേണ്ട കേട്ടോ, ഇതവിടെ വെച്ചോളൂ. റേറ്റ് കുഴപ്പമില്ല എന്ന് തോന്നുന്ന പോലെ. അതായത് ഈ അവക്കാഡോ റൈപ്പാണോ അൺറൈപ്പാണോ സെമി റൈപ്പാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഹലോ, എക്സ്ക്യൂസ് മീ, രാവിലെ തന്നെ ഈ കുറ്റിയും പറിച്ച് എങ്ങോട്ടേക്കാന്നല്ലേ? സത്യം പറഞ്ഞാൽ ഓഫർന്ന് കേട്ടാൽ തന്നെ നമ്മൾ മലയാളികൾ എല്ലാവർക്കും ഒരു ഉഷാറുണ്ടാവില്ലേ? അങ്ങനെ കിട്ടിയ ഉഷാറുമായിട്ട് സത്യം എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ നേരെ ലുലുവിലേക്ക് പോകുന്ന ടൈമിൽ ഫുൾ ടൈം ഇങ്ങനെ ഓഫറിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിൽ ഓരോ ലിസ്റ്റ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതായത് എൻ്റെ ഉള്ളിലുള്ള ഷോപ്പർ അങ്ങ് ഉണർന്നു. ഏത്? അത് തന്നെ. ഇന്ന് ഫ്രൈഡേ ആണല്ലോ, വർക്കിംഗ് ഡേ ആണ്, വലിയ തിരക്കൊന്നും കാണില്ല എന്നോർത്ത് ഭയങ്കര സന്തോഷത്തിൽ ഓരോ സാധനങ്ങൾ ഓടിപ്പോയി കാണാലോ എന്നൊക്കെ വിചാരിച്ച് പോകുന്ന പോക്കാണ് ഈ പോകുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാനൊരു കാര്യം വിചാരിച്ച കേട്ടോ, ഇന്ന് ഒന്നും വാങ്ങില്ല, ഓഫർ മാത്രം നോക്കുന്നു, വീഡിയോ സെറ്റാക്കുന്നു, ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്ലാൻ ഒരു ഓഫറിലങ്ങ് പോയി. എന്ത് ചെയ്യാനാ? പക്ഷേ ഇല്ല, ആവശ്യമുള്ളത് മാത്രമേ വാങ്ങുള്ളൂ എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ പ്രതിജ്ഞ എത്ര മിനിറ്റ് ജീവിച്ചിരിക്കുന്നു എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ഓഫർ ശരിക്കും ഉള്ളതാണോ എന്നതായിരുന്നു മിഷൻ. പക്ഷെ അകത്ത് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ തന്നെ 1000 പേരുടെ മിഷനും ഈ ഓഫർ തന്നെയായിരുന്നു. ഓഫർ നോക്കാൻ വന്ന എന്നേക്കാൾ സ്പീഡിൽ ട്രോളിയുമായിട്ട് ഓടുന്ന ജനങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ശരിക്കും എന്തോ ഓഫറുണ്ട് കേട്ടോ. നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലാണല്ലോ. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് ടാഗ് വായിച്ചാൽ സാധനം വാങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെറിയൊരു കണക്ക് വീശ പാസ്സാവണം. ഇവിടെ ചില ഓഫറുകളൊക്കെ കാണുമ്പോൾ ഇത് ഓഫറാണോ അതെൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. കാരണം നല്ല ഓഫറുകളായിരുന്നു. പക്ഷെ വേറെ ചില ഓഫറുകളൊക്കെ കാണുമ്പോൾ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അവിടെ ഉള്ള പലരും പലതും വാരിക്കൂട്ടി ഇടുന്നത് കണ്ടായിരുന്നു. പിന്നെ അറിയാലോ, ട്രോളി തള്ളാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളൊക്കെ കോടീശ്വരന്മാരാണ് എന്നൊരു ഫീലാണ് ബില്ലടയ്ക്കുന്നത് വരെ. അതായത് വാങ്ങാൻ വന്ന ലിസ്റ്റിനേക്കാൾ വാങ്ങണമെന്ന ആഗ്രഹത്തിൻ്റെ ലിസ്റ്റായിരിക്കും വലുത്. ഏത്? അത് തന്നെ. എന്താണെന്നറിയില്ല, ഓഫർ എന്ന് കാണുമ്പോൾ ഇതും വേണം എന്ന് മനസ്സ് പറയുന്ന പുതിയൊരു അസുഖം എനിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഓഫർ ബോർഡിൽ പ്രൈസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടും കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, തരക്കേടില്ല എന്ന് തോന്നുന്ന പോലത്തെ കുറച്ച് ഓഫറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഓഫറുകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ കൂടുതൽ ഓഫേഴ്സ് ലുലുവിൻ്റെ വന്നിട്ടുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്. ഓക്കേ, ഡയപ്പറിന് റേറ്റ് കുറവാണ് കണ്ടല്ലോ. പിന്നെ അതേ ബദാം, കാഷ്യൂനട്ട്, ഈ വക സാധനങ്ങൾക്കൊക്കെ റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി. എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ജസ്റ്റ് വീഡിയോ പോസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഈ മിഷൻ എന്താണെന്നറിയാമോ? അതായത് ഈ അവക്കാഡോ റൈപ്പാണോ അൺറൈപ്പാണോ സെമി റൈപ്പാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. അത് അവക്കാഡോ ഓരോന്നും എടുത്തിട്ട് അതിൽ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വേറെ എന്തൊക്കെ പുതിയ ഓഫേഴ്സ് ഉണ്ട് എന്ന് കാണാനായിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കണം. ഈ വീഡിയോസ് ഒന്ന് പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. കാരണം ഭയങ്കര തിക്കും തിരക്കും ആട്ടോ അവിടെ. നമുക്ക് നിന്ന് തിരിയാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ ഈ ഫാമിലിക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന പോലത്തെ ഫിയാമയുടെ ഗ്ലിസറിൻ സോപ്പുകൾ 12ൻ്റെ പാക്കേജും അതേപോലെ 6 ഉള്ള പാക്കേജൊക്കെ അവിടെ ഉണ്ടായിരുന്നു. റേറ്റ് കുഴപ്പമില്ല എന്ന് തോന്നുന്ന പോലെയാണ്. ഓക്കെ, ഒരു അത്യാവശ്യം ഗ്ലിസറിൻ സോപ്പാണ്, അറിയാമല്ലോ, പെട്ടെന്ന് അലിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു കോംബോ പോലെയുള്ളതാണേ. ഫിയാമ സോപ്പ്, പിന്നെ അതേപോലെ ഷവർ ജെൽ 250 ml, ഹാൻഡ് വാഷ് 400 ml കൂടെ ഒരു കോംബോ പാക്ക് 299 ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. ഇതെല്ലാം കാണുമ്പോൾ മേടിക്കും എൻ്റെ മനസ്സും പറയുന്നുണ്ട്. പക്ഷെ പേഴ്സ് വെക്കടി എവിടെയെന്നും പറയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ? ബില്ലിംഗ് കൗണ്ടറാണ് അതിനേക്കാൾ തമാശ. സാധനങ്ങൾ എടുക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ കോടീശ്വരനാണ് എന്ന് ചിന്തിച്ചു പോകുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ബില്ലടയ്ക്കാൻ പോയപ്പോൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ബില്ലിംഗ് കൗണ്ടറിൽ വെച്ചിട്ട് അവർ പറയുവാണേ ഇത് വേണ്ട കേട്ടോ, ഇതവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞ് ബില്ലിംഗ് കൗണ്ടറിൽ വലിയൊരു റാക്ക് വെച്ചിട്ടുണ്ട് തിരിച്ചു കൊടുക്കുന്ന എടുത്ത് വെക്കാൻ. ബീറ്റ ഫിഷിൻ്റെ ഒരു 1 കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ മൂണ്, ഹാഫ് മൂണ്, നോക്കിക്കേ, ബില്ലിംഗ് കൗണ്ടർ 1 മുതലുള്ള തിരക്കാണ് കാണുന്നത് കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിൽ ഇത് വാങ്ങണോ അത് വാങ്ങണോ എന്ന് നോക്കി അരമണിക്കൂർ അങ്ങ് പോയി. പിന്നെ ഞാനൊന്നും വാങ്ങാൻ പോയില്ല.
ബില്ലിംഗ് കൗണ്ടറിലെ തിരക്ക് കണ്ടിട്ട് മേടിക്കാതിരുന്നേ കേട്ടോ, സത്യം പറയാലോ. അതാകുമ്പോൾ നിൽക്കണ്ട തിക്കണ്ട തിരക്കണ്ട ഇങ്ങനെ പോകുന്നു. ഈ ഓഫർ ബോർഡിൻ്റെ അവിടെയൊക്കെ ഭയങ്കര കലവില ശബ്ദമായിരുന്നേ. ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ബില്ലിംഗ് കൗണ്ടറിൽ മൊത്തം ഫുള്ള് നിശബ്ദത. എന്താ കാര്യം എന്ന് വെച്ചാലേ, ഈ ഒരു തുള്ളി പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ, ഓഫർ കണ്ട് ചെറുതായിട്ടൊന്ന് പെറുക്കിയിട്ട് വന്നപ്പോൾ അത് പെരുവെള്ളമായെന്ന് തോന്നുന്നു. ബഡ്ജറ്റൊക്കെ അവരെക്കാൾ മുന്നേ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി. പിന്നെ ഹൈപ്പറിൽ നിന്ന് ഇറങ്ങി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻസ് കണ്ടു. വീട്ടിലേക്കുള്ള എല്ലാ സാമഗ്രികളും അവിടെ തന്നെ ഉണ്ട്. കുറേ ഡ്രസ്സും പിന്നെ സാരിയും, പിന്നെ കണ്ടില്ലേ, ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുകളിൽ പോയി വീഡിയോ എടുത്താൽ. ഇനിയിപ്പോൾ ഇവിടെ നേരെ പോകുന്നു നമ്മുടെ ലുലു കണക്റ്റിലേക്ക്. അവിടെ വേറെ കുറേ വമ്പൻ ഓഫേഴ്സൊക്കെ കണ്ടിട്ട് പോവുക. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സംഭവം മേടിക്കണം എന്നുണ്ടായിരുന്നു. ഇതിനാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോയത്. അതായത് HP മൗസിനും വയർലെസ് മൗസിനും കീബോർഡിനും 999. പക്ഷേ അതിന് ശരിക്കുള്ള പ്രൈസ് വരും 1334 ആണ്, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊരെണ്ണം മേടിച്ച് കഴിഞ്ഞ് വെച്ച്. പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഇത് കേട്ടോ, JBL ഒരു ജമണ്ടൻ സ്പീക്കർ. വീടൊക്കെ അങ്ങ് പൊളിക്കണം, അതിനും ഓഫറും ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ കർട്ടൻസ്, കാർപ്പറ്റുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ലുലു കണക്റ്റിൻ്റെ അകത്ത് ഞാൻ കണ്ടു. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഓഫേഴ്സൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് എനിക്കങ്ങ് ക്ലിക്കായില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് വാഷ് ബേസിൻ്റെ അടുത്ത് വയ്ക്കുന്ന സംഭവമാണ്. പക്ഷെ അതല്ല, അത് കാറ് തുടക്കുന്ന സാധനമാണ്. ഇത് JBL ഹെഡ്സെറ്റ് ആട്ടോ. 799 സംഭവം 599 കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊന്നും യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിലും 18,000 സംതിങ്ങിന് കണ്ടപ്പോൾ ഇത് HP വയർലെസ് ഹെഡ്ഫോൺ 999 ഉള്ളത് 799. അപ്പോൾ ഇന്നത്തെ മിഷൻ കംപ്ലീറ്റഡ്. നിങ്ങൾക്ക് ഈ ഓഫേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓഫർ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ അങ്ങോട്ട്